ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസും നാളത്തെ മാർക്കറ്റിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് എന്തായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് 29th ആയിരുന്നു. അപ്പോൾ 29th ഇന്ന് നിഫ്റ്റിയുടെ ക്ലോസ് നമുക്കൊന്ന് ആദ്യം പരിശോധിക്കാം. നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,634 എന്നുള്ള റേഞ്ചിലാണ്. ആൻഡ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 54,461 എന്ന റേഞ്ചിലാണ്. നിഫ്റ്റിയും കാട്ടി സ്ലൈറ്റ്ലി ബുള്ളിഷ് എന്ന് മാത്രം പറയാവുന്ന റേഞ്ചിൽ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തു. അപ്പോൾ മാർക്കറ്റ് എന്ത് സംഭവിച്ചു എന്നുള്ള 15 മിനിറ്റ് ചാർട്ടിലേക്ക് നമുക്കൊന്ന് പോവാം. അപ്പം 29th ഇന്നത്തെ ദിവസം 29th അല്ലേ. അപ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ ഒരു ചെറിയ ഗ്യാപ്പ് അപ്പ് തന്നു, ചെറിയൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നു. ആൻഡ് മാർക്കറ്റ് ഇന്നലത്തെ ഒരു ഡൗൺ സൈഡ് ഏരിയയിലേക്ക് മാർക്കറ്റ് വരികയാണ് ഉണ്ടായത്. ഒരു മീൻസ് സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് കാണിച്ചു. ശേഷം മാർക്കറ്റ് അവിടെ നിന്ന് വീണ്ടും റിവേഴ്സലായി പോവുകയാണ് ഉണ്ടായത്. ഇന്നത്തെ ഒരു ദിവസം മാർക്കറ്റ് ഒരു ഭേദപ്പെട്ട ഒരു മാർക്കറ്റായിരുന്നു എന്ന് പറയാം. കഴിഞ്ഞ ദിവസം കണ്ടതുപോലെയുള്ള ഒരു സെല്ലിംഗ്, അതായത് നമ്മളിവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെയുള്ള ഒരു സെല്ലിംഗ് എന്തായാലും മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല. ഒരു ചെറിയ പ്രതീക്ഷ, മാർക്കറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളൊരു ചെറിയ പ്രതീക്ഷ നിലനിർത്തുന്നുണ്ട്. ആൻഡ് കൂടെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു ഡിമാൻഡ് ഏരിയ പോലെ, അല്ലെങ്കിൽ നിഫ്റ്റിയിലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പം ട്രേഡ് ചെയ്യുന്നത് 24,630 എന്നുള്ളത്. അപ്പം നാളത്തെ മാർക്കറ്റിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചാൽ, ഈ മാർക്കറ്റ് നമുക്ക് എപ്പോഴാണ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഘട്ടത്തിലേക്ക് പോകുമെന്ന് ചോദിച്ചാൽ ഈ ഒരു ഏരിയ എല്ലാം ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ 24,350 എന്നൊക്കെ ഉള്ളൊരു സോണും കൂടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴെ പോവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും നിഫ്റ്റിയിൽ കനത്ത സെല്ലിങ്ങിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. 24,350 റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാക്സിമം, പിന്നെ 23,900 എന്നുള്ള റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് ഇവഞ്ച്വലി എത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. മാർക്കറ്റ് ഏതൊക്കെ റേഞ്ചിലൊക്കെ ഇനി സപ്പോർട്ട് എടുക്കുമെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് 24,460. ഇപ്പോൾ ഈ റേഞ്ചസ് മാർക്കറ്റ് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 1 hourലേക്ക് കൂടെ നമുക്കൊന്ന് പോകാം. 1 hour നോക്കുകയാണെങ്കിൽ അറിയാൻ കണ്ടില്ലേ, പലതവണ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്ത സോൺസ് ആണ്. അവിടെയൊക്കെ ബയേഴ്സ് ആക്റ്റീവ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഏരിയയൊക്കെ 1, 2, 3 വട്ടം മുൻപേ ടെസ്റ്റ് ചെയ്ത് ബയേഴ്സ് ആക്റ്റീവായിട്ട് അപ്സൈഡ് പോയ സ്ഥലമാണ്. വെറുതെ പോയതല്ല, വളരെ ഹയർ ഹൈ തന്ന് അപ്സൈഡ് പോയ സ്ഥലങ്ങളാണ് ഇതെല്ലാം നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ മാർക്കറ്റ് തിരിച്ച് ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്ക് മാർക്കറ്റിൽ വരുന്ന ദിവസങ്ങളിലെ പെർഫോമൻസ് വാച്ച് ചെയ്ത് തന്നെ തീരുമാനങ്ങൾ എടുക്കാം. നിഫ്റ്റിയിൽ ഞാൻ പറയുകയാണ്, ഇപ്പോൾ പലരും പറയും നിഫ്റ്റിയിൽ അന്ന നടക്കുമെന്ന്, അങ്ങനെയൊക്കെ ഇപ്പം പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. മാർക്കറ്റ് നമുക്ക് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ആ ഒരു ഫ്ലോയിൽ നമ്മൾ പോകുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ പൊസിഷൻസ് എടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ അനുസരിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്കിപ്പം നിഫ്റ്റി ഇന്ന ഏരിയയിൽ കറക്റ്റ് റിവേഴ്സൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രത്യേകിച്ച് ആർക്കും പറയാൻ കഴിയുമെന്ന്. അപ്പോൾ അവിടെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും കൂടെ പോകാം. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് അപ്സൈഡ് പോവുകയാണ്. ഒരിക്കൽ ബ്രേക്ക് ചെയ്ത് അവിടെ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് നിൽക്കുകയാണ്. ഇന്നും പ്രത്യേകിച്ച് എന്താ പറയുക, വലിയ കുഴപ്പമില്ലാതെ മാർക്കറ്റ് പെർഫോം ചെയ്തു എന്ന് നമുക്ക് പറയാം. കഴിഞ്ഞ ദിവസത്തെ അത്ര ബെയറിഷ്നെസ് മാർക്കറ്റ് കാണിച്ചിട്ടില്ല. ആൻഡ് എന്താ പറയുക, ഒരു ഭേദപ്പെട്ട നിലയിൽ ഇന്ന് ക്ലോസിംഗ് തന്നിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി. ഒരു അൺസർട്ടനിറ്റി മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്, എന്താവും അവസ്ഥ എന്നുള്ള രീതിയിൽ. ഇപ്പം നാളത്തെ ദിവസങ്ങളിലായാലും ഈ ഒരു സോൺ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് ഒരു റാലി നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സോണിലേക്കെങ്കിലും മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി ഒരു 55,270 എന്നുള്ള റേഞ്ചിലേക്കെങ്കിലും റാലി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ബട്ട് അതിന് ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ഇന്നത്തെ ഈ ലോ മാർക്കറ്റ് ഹോൾഡ് ചെയ്യണം, അല്ലേ. അപ്പം ഇത് 2 കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചു. ഇനി പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇന്ന് രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകളുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം ITC നമ്മളിന്ന് പ്രതീക്ഷിച്ചിരുന്നു. അപ്പം ITC ഞാൻ ഇന്നലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ITCയുടെ കാര്യം നമുക്ക് നോക്കുകയാണെങ്കിൽ അറിയാം, ITC ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ നമുക്ക് വീണ്ടും കാണാൻ സാധ്യതയുണ്ട്. അവൻ്റെ ഒരു ക്യാൻഡിൽസ്റ്റിക് പെർഫോമൻസ് നോക്കുമ്പോൾ ഇപ്പോൾ ഡിമാൻഡ് ഏരിയയ്ക്ക് അടുത്ത് മാർക്കറ്റ് ഒരു അപ്സൈഡ് റാലിക്കുള്ള ശ്രമം നടത്തുകയാണ്. എന്തായാലും ഇന്നൊരു 407 എന്നുള്ളൊരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ITC തന്നിരിക്കുന്നത്. ആൻഡ് രണ്ടാമത്തെ സ്റ്റോക്ക് ഭാരതി എയർടെൽ ആണ്. അപ്പം എയർടെലിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ തിരിച്ച് 1800 ഈ ഒരു ഒരു ഡിമാൻഡ് ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തുമോ ഇല്ല എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. എന്തായാലും ഇന്ന് ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് എയർടെൽ തന്നേക്കുന്നത്. അടുത്ത സ്റ്റോക്ക് LT ആണ്. അപ്പം LTയുടെ ലാർസൻ ആൻഡ് ടർബോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉള്ളതിൽ ഏറ്റവും നല്ല സെറ്റപ്സിൽ ഒന്നാണ് ലാർസൻ ആൻഡ് ടർബോ. ലാർസൻ ആൻഡ് ടർബോ ഈ ഒരു ഏരിയ ഒരു 3,700 അല്ലെങ്കിൽ 3,750 ഈ ഒരു റേഞ്ചിന് മുകളിൽ ക്ലോസിംഗ് കിട്ടുവാണെങ്കിൽ ഞാൻ വീണ്ടും ഒരു ബൈ മൂവ്മെന്റ് ലാർസൻ ആൻഡ് ടർബോയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നൊരു ചെറിയ റീടെസ്റ്റ് ആണെന്ന് വേണം നമുക്ക് പറയാം. എന്തായാലും ക്ലോസിംഗ് വളരെ മോശമെന്ന് പറയില്ല. ഒരു വീക്ക് ക്ലോസിംഗ് പറഞ്ഞെങ്കിൽ മേ ബി ഒരു 3,615 ഈ റേഞ്ചിന് താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്താൽ മാത്രമേ L&T ഞാനൊരു വീക്കായി എന്ന് നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. നിലവിൽ വലിയ പ്രശ്നമില്ലാതെ മാർക്കറ്റ് പെർഫോം ചെയ്യുന്നെന്ന് പറയാം.
അടുത്ത സ്റ്റോക്ക് ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ആണ്. ഇന്ന് എന്തായാലും 9,100 റേഞ്ചിലേക്ക് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ. അപ്പം ഇതും നല്ലൊരു എന്താ പറയുക, ഒരു നല്ല ട്രേഡിംഗ് സെറ്റപ്പായിട്ട് തന്നെ ഡെവലപ്പായി തന്നെ നിൽക്കുകയാണ്. അപ്പം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ പെർഫോമൻസ് വാച്ച് ചെയ്യാം. മേ ബി ഒരു സാധ്യത എന്ന് പറയുന്നത് ഒരു ചെറിയ ഡിപ്പും കൂടെ തന്ന് 7,450 അല്ലെങ്കിൽ 7,500 റേഞ്ചിലേക്ക് വന്നിട്ട് റീടെസ്റ്റ് ചെയ്ത് അപ്സൈഡ് പോകാം. മേ ബി അല്ലെങ്കിൽ ഈ മാർക്കറ്റിന് വേറെ 2-3 ദിവസം കൂടെ കൺസോളിഡേഷൻ തന്ന ശേഷം 9,150 റേഞ്ച് എന്നുള്ള ഏരിയ ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോകാൻ സാധ്യതയുണ്ട്. 2 പോസിബിലിറ്റി ഉണ്ട്. ബട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ ഈ സ്റ്റോക്ക് ഒരു ബുള്ളിഷ് മൊമെന്റം തന്നെ കീപ്പ് ചെയ്യുകയാണ്. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് RBL ബാങ്ക് ആണ്. അപ്പോൾ RBL ബാങ്കും ഇന്നും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. 5 പോയിന്റ് അപ്പാണ്. ഇപ്പോൾ 277 സമയം നല്ലപ്പെട്ട ക്ലോസ് ആണ്. ഇതൊരു സെല്ലിംഗ് സോൺ ആണ്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഭാഗത്ത് ഒരു സെല്ലേഴ്സിന്റെ പ്രസൻസ് എപ്പോഴും ഉണ്ട്. 277 to 280 റേഞ്ചിൽ സെല്ലിംഗ് നടക്കാൻ സാധ്യതയുണ്ട്. സോ ഇപ്പോൾ മാർക്കറ്റ് ഈ വരുന്ന ദിവസങ്ങളിൽ ഈ 280ക്ക് മുകളിൽ നല്ല ക്ലോസിംഗ് കിട്ടുവാണെങ്കിൽ 300+ റേഞ്ചിലോട്ടൊക്കെ പോകുമായിരിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സപ്പോർട്ട് സോണിലേക്ക് മാർക്കറ്റ് തിരിച്ചെത്തും RBL ബാങ്ക്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമുക്ക് വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകളാണ്. ആൻഡ് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമുക്ക് NSE വെബ്സൈറ്റിലേക്ക് ഒന്ന് പോയിട്ട് വരാം. നമുക്ക് NSEയുടെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് ഇന്ന് വന്നിട്ടുള്ളത്, അതായത് മാർക്കറ്റിൽ ഇന്ന് ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് പെർഫോം ചെയ്ത് ടൈറ്റാൻ, എട്ടേണൽ, വിപ്രോ, SBI, ഇൻഡസിൻഡ് ബാങ്ക്, ഹിന്ദാൽകോ തുടങ്ങിയ കമ്പനികളാണ്. ഓക്കെ, അത് ഹിന്ദാൽക്കോയൊക്കെ നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഗ്രൂപ്പിൽ. ആൻഡ് നമുക്ക് നോക്കാം ടോപ്പ് ലൂസേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഇന്നത്തെ ടോപ്പ് ലൂസേഴ്സ് നോക്കുകയാണെങ്കിൽ ആക്സിസ് ബാങ്ക്, മാരുതി സുസുക്കി, ഡോക്ടർ റെഡ്ഡി, ലാർസൺ, അതായത് LNT ആൻഡ് അപ്പോളോ ഹോസ്പിറ്റലാണ്. ടോപ്പ് 5 നോക്കുകയാണെങ്കിൽ ഇത്രയും സ്റ്റോക്സ് ആണ് ഉള്ളത്. അപ്പം പ്രത്യേകിച്ച് ഇന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരു സ്റ്റോക്കാണ് വോക്ക് ഫാർമ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഒരു ഡൗൺ സൈഡ് തന്ന ശേഷം മാർക്കറ്റ് ഇന്ന് നോക്കിയ ഈ ഒരു ഏരിയയിലേക്ക് നിങ്ങൾ ക്ലോസ്ലി വാച്ച് ചെയ്താൽ അറിയാം ഈ പ്രൈസ് ആക്ഷൻ. മാർക്കറ്റ് നല്ല വീക്ക്നെസ്, വോക്ക് ഫാർമ എന്ന് പറഞ്ഞ സ്റ്റോക്ക് നല്ല വീക്ക്നെസ് തന്ന ശേഷം ഇന്ന് ഒരു ന്യൂസിന്റെ പുറത്ത് സ്റ്റോക്കിൽ വീണ്ടും ബയേഴ്സ് വന്നിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഫാർമ ഇൻഡസ്ട്രിയെ മേ ബി ചില കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കും. അതായത് അമേരിക്ക, യുഎസിന്റെ എക്സ്പോർട്ടിൽ ചെയ്യുന്ന മെഡിസിൻസിൽ ചില കാര്യങ്ങളിലൊക്കെ വോക്ക് ഫാർമ അടക്കമുള്ള കമ്പനികൾക്ക് മേ ബി ഒരു പരിഗണന കിട്ടുമെന്നുള്ള ഒരു ന്യൂസ് ഏകദേശം കൺഫേം ആയതിന്റെ പേരിലാണ് വോക്ക് ഫാർമയിൽ ഇന്ന് ഒരു ബൈയിങ് പ്രഷർ വന്നിട്ടുള്ളത്. ബട്ട് കാൻഡിൽ സ്റ്റിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതൊരു നല്ല സൂചനയാണ്. ഓക്കെ, ഒരു നല്ല ഡിമാൻഡ് ഏരിയയിൽ നിന്നും കൂടെയാണ് മാർക്കറ്റ് അപ്സൈഡ് പോയേക്കുന്നത്. സോ 1580 മുകളിൽ ഒരു ക്ലോസിംഗ് കിട്ടുമ്പോഴത്തേക്ക് മേ ബി അടുത്ത 200-300 പോയിന്റ്സിന്റെ ഒരു അപ്സൈഡ് വോക്ക് ഫാർമയിൽ ഞാനിവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ന്യൂസ് ബേസ്ഡ് ആയിട്ട് ഇന്ന് ട്രേഡ് ചെയ്ത് നടന്ന ഒരു സ്റ്റോക്കായിരുന്നു വോക്ക് ഫാർമ. സോ ബെറ്റർ ആണ്. ഓക്കെ, അപ്പം വേറെ സെല്ലിംഗ് അല്ലെങ്കിൽ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബൈയിങ് നടന്നത് ടൈറ്റനിലാണ്. അപ്പോൾ ടൈറ്റനിൽ നമുക്ക് നോക്കാം. അപ്പോൾ ടൈറ്റൻ നോക്കുകയാണെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് കുറച്ച് കാലമായിട്ട്. അപ്പോൾ ടൈറ്റൻ എന്ന് നോക്കാം. അപ്പോൾ ടൈറ്റൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഹൈ കണ്ടില്ലേ, 3,720 വരെ ഒരു ഹൈ പോയ ശേഷമാണ് ഇവിടെ നിന്നൊരു ഡൗൺ സൈഡ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതൊരു എന്തായാലും നല്ലൊരു സെല്ലിംഗ് സോണായിട്ട് അടുത്ത് ഇനി വരുമ്പോഴേ ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് 3,700. ആൻഡ് ഇതൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു മേജർ ഡിമാൻഡ് സോണായിട്ട് വർക്ക് ചെയ്യാണ് 3,300 എന്ന് പറയുന്നത്. കാര്യം മുൻപേ നല്ല രീതിയിലൊരു ബൈയിങ് പ്രഷർ കാണിച്ചൊരു സ്ഥലമാണ് ടൈറ്റൻ കമ്പനിയുടെ. സോ ടൈറ്റൻ കമ്പനിയിലും ഈ ഒരു ഏരിയ നല്ലൊരു ഡിമാൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇന്നത്തെ ക്ലോസിംഗ് 3,400 എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്ലോസിംഗ് ആണ് ബെറ്റർ. ഇതൊരു ടൈറ്റൻ പോലെ കമ്പനിയിൽ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു കാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺ കാണുമ്പോൾ കൂടുതൽ ബയേഴ്സ്, റീറ്റെയിലേഴ്സ് എല്ലാം അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. സോ ടൈറ്റൻ ഇന്നൊരു വാച്ച്, അതായത് ഇന്നുള്ള ദിവസങ്ങളിൽ വാച്ച് ചെയ്യാൻ പറ്റിയൊരു കമ്പനിയാണ്. ഓക്കെ, പിന്നെ ഇന്ന് നോക്കുകയെന്ന് പറഞ്ഞാൽ സ്റ്റാലിയോൺ. ഞാൻ ഇന്ന് ട്രേഡ് ചെയ്തൊരു കമ്പനിയായിരുന്നു സ്റ്റാലിയോൺ. ഫണ്ടമെൻ്റലി ഞാൻ നോക്കി വെച്ചിട്ടുള്ള ഒരു കമ്പനിയായിരുന്നു. ഇന്ന് നല്ലൊരു ബൈയിങ് ക്ലോസിംഗ് കിട്ടിയിട്ടുണ്ട്. സ്വിംഗ് ട്രേഡിനായിട്ട് എടുത്തതാണ്. അപ്പോൾ നാളത്തെ നമ്മൾ ഇത് നോക്കാം. ബട്ട് ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, വളരെ മൈന്യൂട്ട് പ്രൈസ് ആക്ഷനായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്താൽ അറിയാം. ഇത് ഓരോ തവണ അപ്സൈഡ് പോകുമ്പോഴും ഒരു തിരിച്ചു റീടെസ്റ്റ് നൽകുന്നുണ്ട്. സോ ഞാൻ നാളത്തെ രാവിലത്തെ ഓപ്പണിംഗ് നോക്കിയിട്ട് സ്റ്റാലിയോൺ സെല് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് ഓരോ തവണ റീട്രേസ്മെൻറ്റ് ചെറിയ രീതിയിലുണ്ട്. സോ സ്റ്റാലിയോണിൻ്റെ പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ട് ഞാൻ തീരുമാനം എടുക്കും. അടുത്ത് ഞാൻ ഇന്ന് ട്രേഡ് എടുത്തത് ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ റെഡിങ്ടൺ ആണ് ഇന്ന് ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. റെഡിങ്ടൺ എന്ന് പറഞ്ഞാൽ വലിയ പ്രത്യേകിച്ച് ലോജിക്കലി നമുക്ക് വലുതായിട്ടൊന്നും ചിന്തിക്കാനൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു ഏരിയയിൽ നിന്നും ബേസിൽ നിന്നും ഈ സ്റ്റോക്ക് നല്ല രീതിയിലൊരു എന്താ പറയുക അപ്സൈഡ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു റാലി തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ റാലിക്ക് ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡ് തന്നത് ഈ ഏരിയയിലായിട്ടാണ്. ഒരു റീട്രസ്റ്റ് പോലെ എനിക്ക് തോന്നി. ആൻഡ് മാർക്കറ്റ് ഇവിടെ നിന്നും ബൈയിങ് പ്രഷർ കാണിച്ചപ്പോഴാണ് ഞാനിവിടെ ഒരു ബൈ ചെയ്തത്. ആൻഡ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയറും ചെയ്തിട്ടുണ്ടായിരുന്നു. റെഡിങ്ടണിനെ കുറിച്ച് ഞാൻ വാങ്ങിയ കാര്യം ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ്
ഇന്ന് മോസ്റ്റ്ലി ഒരു 390 വരെയൊക്കെ സ്റ്റോക്ക് പോയിട്ടുണ്ട്. ആൻഡ് അവിടെ നിന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 290 റേഞ്ചിലാണ്. മേ ബി നാളെയോ മറ്റന്നാളോ ഒക്കെ 310 ആൻഡ് 334 റേഞ്ചിലോട്ടൊക്കെ ട്രെൻഡിങ് ടൈം പോകാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് സിമ്പിൾ ലോജിക്കിലാണ് ചെയ്തത്. ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്നും ഈ സ്റ്റോക്ക് മൂവ്മെന്റ് നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടെ നിന്ന് റേറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ അവിടെ നിന്നും ഒരു മാർക്കറ്റ് മോശമായതിൻ്റെ പേരിൽ തന്ന റേറ്റ് ടെസ്റ്റിലാണ് ഞാൻ ബൈയിങ് ചെയ്തത്. ഇന്ന് ഉച്ചയോടെയാണ് ഇത് ചെയ്തത്. സോ സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ BSE ആണ്. ഇന്ന് ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. BSE ഒരു റിവേഴ്സൽ ട്രേഡ് പോലെ വരുന്നുണ്ടായിരുന്നു. BSEയുടെ സപ്പോർട്ട് റേഞ്ച് വരുന്നത് 2000 to 1800 റേഞ്ചിലാണ്. സോ BSEയും ഈ ഏരിയയിൽ നിന്നും ഒരു റിവേഴ്സൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ എല്ലാവരും ഒന്ന് ക്ലോസ്ലി വാച്ച് ചെയ്യുക BSE എന്ന് പറഞ്ഞ സ്റ്റോക്ക്. അടുത്തതിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ശ്രീറാം പിസ്റ്റൺ ആണ്. ശ്രീറാം പിസ്റ്റനും ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോക്ക് എന്ന് പറയാൻ കാര്യം കുറച്ചധികം കാലമായിട്ട് ഈ ഒരു ഏരിയയിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ 2700 മുകളിൽ ഈ സ്റ്റോക്ക് അപ്സൈഡ് പോവുകയാണെങ്കിൽ, മീൻസ് ക്ലോസിംഗ് തരുവാണെങ്കിൽ ഞാൻ വീണ്ടും ഈ സ്റ്റോക്ക് വാച്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കും പഠിക്കാവുന്നതാണ് ശ്രീറാം പിസ്റ്റൺസ് എന്ന സ്റ്റോക്ക്. പിന്നെയെന്ന് പറഞ്ഞാൽ ഹിന്ദാൽക്കോ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഹിന്ദാൽക്കോ ഞാനൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ 820 റേഞ്ചിലോട്ടൊക്കെ ഈ സ്റ്റോക്ക് പോകും എന്നുള്ള രീതിയിൽ ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്തിട്ടില്ല. വരുന്ന ദിവസങ്ങളിൽ വീണ്ടും ട്രേഡ് പ്ലാൻ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഹിന്ദാൽക്കോ ഈ ഒരു അപ്സൈഡിൽ ഞാൻ എടുത്ത്, മീൻസ് ഈ ഒരു ഭാഗത്തായിട്ട് എവിടെയാണ് എടുത്തതെന്ന് ചോദിച്ചാൽ ഒരു 700 റേഞ്ചിൽ ഞാൻ എടുത്ത് മോസ്റ്റ്ലി 760 വരെ ഞാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡ് തന്നു. ആൻഡ് ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ മറ്റന്നാളും ഒക്കെ ട്രേഡ് എങ്ങനെ പോവുകയാണെന്ന് നോക്കിയിട്ട് ഹിന്ദാൽക്കോ ട്രേഡിംഗ് ഡിസിഷൻ ഞാൻ എടുക്കും. ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇന്നത്തെ പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് ഇതൊക്കെയാണ്. അപ്പോൾ നാളെ രാവിലെ ഞാൻ ഒരു പ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് വരുന്നതായിരിക്കും. സോ എല്ലാവരും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലായാലും ശരി യൂട്യൂബിലായാലും ജോയിൻ ചെയ്ത് കൂടെ നിൽക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.